NABH അംഗീകാരമുള്ള ഹോസ്പിറ്റൽസിൽ ജോലിക്കായി നാഷണൽ അക്രഡിറ്റേഷൻ നാബറ്റ്, ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ IACET ഉള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് IBIS അക്കാഡമിയിൽ നിന്നും ചെയ്യൂ. തങ്കച്ചേച്ചി, തങ്കച്ചേച്ചി, ഇതാണ് തങ്കച്ചേച്ചി. ഇത് പുരുഷൻ എന്റെ ബന്ധുവാണ്. പാർട്ടി ചേരാൻ വന്നതാ. ഏത് പാർട്ടിയില്? പാർട്ടിയില്. പേരെന്താ? പുരുഷൻ. ആരാ? പുരുഷൻ. പുരുഷൻ എന്നാ പേര്. ഇതിവിടെ തരാൻ വന്നതാ. എന്തിനാ? എന്താ അത്? പാൽപ്പായസം. എന്തിനാ? കരയല്ലേ? ഗുരുവായൂർ പാർട്ടി ചേരാൻ പോവല്ലേ? സന്തോഷം തന്നെ. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. ആരാ ചേച്ചി? ഇത് നടരാജന്റെ ഒരു ബന്ധുവാ. നടരാജന്റെ ഒരു ബന്ധു പാർട്ടിയിൽ എടുക്കണോന്ന്. ഈറ്റോ ചേട്ടൻ്റെ പേരെന്തേട്ടാ? പുരുഷൻ. ക്ലീറ്റോനെ കണ്ടായിരുന്നോ? ഇല്ല. കണ്ടില്ലേ? എന്തിനാ നടരാജ അതിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? അറിയാലോ ക്ലീറ്റോന്റെ സ്വഭാവം. എന്നാലും നടരാജനെ കണ്ടാ ദേഷ്യം വരുമെന്ന് അറിയില്ലേ? എനിക്ക് വേണ്ട, പായസം കൊണ്ടുപോയിക്കോ. പായസം വേണ്ട. പായസം ഗുരുവായൂർ കൊണ്ടുവന്നാണ്. സന്തോഷം തന്നെ. ഗുരുവായൂരുന്നുണ്ട് പായസമല്ലേ? അത് പാടി കുടിക്കും. നടരായ, ഈ പാൽപ്പായസം തന്നരുതേ. പാർട്ടി പ്രവേശനമായിട്ട് ഒരു ബന്ധമൊന്നും ഇല്ല കേട്ടാ. പായസം കുടിക്കുന്നേ ഉള്ളൂ. അല്ലപ്പോ നടരാജൻ ചേട്ടൻ പാർട്ടി ചേരുന്നില്ലേ? ചേരണം, ഞങ്ങൾക്കും ചേരണം. അതിനല്ലേ ഞാൻ കൂടെ നടക്കുന്നത്. ഓ, രണ്ടുപേർക്കും കൂടെ വേണ്ടിയിട്ടാണ്. പുരുഷാ, ഈ നടരാജനും ക്ലീറ്റോയും തമ്മിൽ ഇപ്പം അത്ര നല്ല സുഖത്തിലല്ല. ഇച്ചിരി വഴക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പുറത്തോട്ട് പോകുമ്പോഴേ ക്ലീറ്റോ വഴിയിൽ എവിടെയെങ്കിലും ഇച്ചിരി സന്തോഷമായിട്ട് നിൽക്കും. ക്ലീറ്റോ വഴിയിൽ എവിടെയെങ്കിലും ഉണ്ടാകും. അപ്പോൾ ക്ലീറ്റോനൊന്ന് പോയിട്ട് നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറ. നമ്മൾ അതുമായിട്ടൊന്നും നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. കഴിയുന്നത് നടരാജനെ കൊണ്ടുപോകണ്ട, കാണാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. എന്നാൽ പൊക്കോ. നന്നായിരിക്കും കേട്ടാ. ഇവർ രണ്ടുകൂടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു അസറ്റായിരിക്കും പാർട്ടിക്ക്. പാവം ചേട്ടനല്ലേ. എന്നെ കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വരുന്നല്ലോ. ഇങ്ങനെയുള്ളവരാ പാർട്ടിക്ക് നല്ലത്. പല രീതിയിൽ നമ്മൾ ശ്രമിക്കണം. എന്തോ നടിയത് മേടിയടാ. അവിടെ വെക്ക് പായസം. പായസം. നിന്റെ തള്ളയെടുത്ത് ആര് പറഞ്ഞത് മേടിക്കാൻ? നല്ല പായസം. ഇനി എന്റെ മുഖത്തോട്ട് കയറിക്കോ. ഞാനല്ല മേടിച്ചത്, നിങ്ങളെ പെങ്ങളാ മേടിച്ചത്. അവളോട് ആര് പറഞ്ഞത് മേടിക്കാൻ? അത് അവളോട് ചോദിക്കണം. എനിക്കറിയില്ല. ഞാൻ മേടിക്കായിരുന്നു, നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാ. അതാ ഞാൻ ചോദിച്ചത്, അവളെന്തിനാ മേടിച്ചത്? അവളോട് കനകം പറഞ്ഞ് മേടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവൾ മേടിക്കുന്നത് എന്താ കുഴപ്പം? അവനെന്ത് കാര്യം? എന്ത് വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടാൻ അവൻ എന്ത് കാര്യം? അവൻ ഒരു അഭിപ്രായം പറഞ്ഞ കാര്യമുണ്ടോ? കുറെ കഷ്ടമാണ് അവൻ. എനിക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളിൽ അവൻ ഇടപെടരുത്. ഇപ്പൊ എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായത്? ഇച്ചിരി പായസം മേടിച്ചെന്നല്ലേ ഉള്ളൂ. അതെ, ഇനിയിപ്പോൾ എന്ത് പായസമല്ല എന്ത് കുന്തം കൊണ്ടുവന്നാലും ഞാൻ പറയല്ലേ, ഇതിപ്പോൾ ഇതിനകത്ത് കൂടോത്രം ചെയ്ത് കൊണ്ടുവന്നാണെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു ഊത്രം ഉണ്ട്. ഓ, അവനെ പാർട്ടി തിരിച്ചെടുക്കാൻ പോണ്. ഒന്നും പോരാത്തന്നെ ഇപ്പോൾ വേറെത്തരം കൂടെ കൊണ്ടുവന്നേക്കാം. എല്ലാവരും എടുക്കാം പാർട്ടിയിൽ. ചേച്ചി പായസം. ഈ പായസം ഒന്നും ഇവിടെ വേണ്ട. എടേ, ആ പായസം അല്ല, ഇത് അമ്പലപ്പുഴ പാൽപ്പായസം. ഇത് സുരേഷ് ചേട്ടൻ അമ്പലപ്പുഴ കൊണ്ടുവന്നതാ. അല്ല, അമ്മോ, അപ്പൊ ഭഗവാൻ എല്ലാ പായസവും കൂടി ഇങ്ങോട്ട് കൊടുത്തു വിടുവാണല്ലോ. എനിക്ക് വേണമെങ്കിൽ ചിലപ്പോൾ നടരാജനെ പാർട്ടിയിലേക്ക് എടുക്കാൻ വേണ്ടിയുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കും ഒരു പക്ഷേ. നടരാജനെ എടുത്ത് പാർട്ടിയിൽ അതെടുത്തോലെ അത് ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണ് അവൻ്റെ. ഞാൻ അറിഞ്ഞിടത്തോളം നടരാജനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം അവൻ ഈ അപ്പുക്കുട്ട സാറിനെ കാണുന്നുണ്ട്, മേൽഘടകങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ പല സാധ്യതകളുണ്ട്. ഒരു പോലീസുകാരൻ നില ഞാൻ അറിഞ്ഞ കാര്യമാണ് പറയുന്നത്. അവൻ അപ്പുക്കുട്ട സാറിൻ്റെ വീട്ടിൽ ഇങ്ങനെ തേരാ പാര കയറി ഇറങ്ങി എന്ന് പറഞ്ഞൊന്നും അവനെ പാർട്ടിയിൽ എടുക്കുമെന്ന് വിചാരിക്കണ്ട.
ഈയിടെ അതിനൊരു കാര്യമുണ്ട്. കാരണം ഈ നടരാജൻ പോയ സമയത്ത് നിങ്ങളുടെ പാർട്ടിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. അപ്പൊ അതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് പിന്നെ പുതിയ കുറച്ച് ആൾക്കാരോട് ചേർത്തുകൊണ്ട് പാർട്ടി ഒന്ന് പ്രബലമാക്കാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ഒരു സംരക്ഷിക്കാനുള്ള ഭാഗമായിട്ടാണ് അപ്പുക്കുട്ടൻ സാറിനെ നീക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഒന്നും നടക്കൂല, ഇതൊന്നും നടക്കൂല. ഞാനതൊന്നും നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവനെ പാർട്ടിയിൽ തിരിച്ചെടുത്ത ക്ലീറ്റോ രാഷ്ട്രീയം എന്ന് പറയുന്ന പരിപാടി അപ്പം ഉപേക്ഷിക്കണം. നന്നായി. മാത്രമല്ല ദാ ഈ പകുതി മീശ എടുക്കും, ഈ ഇരിക്കുന്ന പകുതി മീശ അങ്ങ് എടുക്കും. മീശേ ആ എവിടെ? ആ ഇതാ ഇതിന്ന് എടുക്കുവോ? അടിപൊളിയായിരിക്കുമല്ലേ? ബെറ്റുണ്ടാ? ഓ ബെറ്റുണ്ട്. ബെറ്റ്? ആ ഏ? ആണ് ബെറ്റ് തന്നെ. നടരാജന്റെ പാർട്ടിയിൽ കിടന്ന് നീ ഇത് ഈ ഇതൊക്കെ എടുത്തളേ. ഓ അതല്ല എടുക്കണം, ഇത് അതിനെടുക്കണം. എടുക്കും ഞാൻ. ഓക്കെ കേട്ടാ. എന്റെ ക്ലീറ്റോ ഈ നൂലും കൂടി മുഖത്തുനിന്ന് പോയാലുള്ള അവസ്ഥ എന്താ ക്ലീറ്റോ? വെറുതെ എന്തിനാ ഓരോന്നൊക്കെ വിളിച്ചു പോകണത്? അയ്യോ, നിങ്ങളാരും വിചാരിക്കും പോലെ അല്ല അപ്പുക്കുട്ടൻ സാറ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. കേട്ടാ, ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ബാപ്പു എനിക്കൊരു നിലപാടുണ്ട്. പറഞ്ഞ കാര്യം മറക്കണ്ട. ശരി ശരി. സ്വപ്നം മാത്രമായിരിക്കും നിന്റെ. എനിക്ക് അത്രയും ഉറപ്പുണ്ടടാ. ക്ലീറ്റോ പാർട്ടിയിൽ വെറും മറ്റേ ഇതല്ല, എനിക്കൊരു സ്ഥാനമുണ്ട്, ഒരു പവറുണ്ട്. എന്തൊക്കെ ഇനി കാണേണ്ടി വരും. മകറിക്ക് മസിൽ വന്നു. അയ്യോ, ഒരൊറ്റ എണ്ണമല്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ. എല്ലാവർക്കും എൻ്റെ പതനം കാണണം. നടന്നപോലെ തന്നെ ഞാൻ കാണിച്ചു തരാം. അൻസാറെ, നിവർത്തിയില്ലെങ്കിൽ പാർട്ടി രണ്ടായിട്ട് പിളർത്തുക, വിഭജിപ്പിക്കുക, പുതിയ ഗ്രൂപ്പ് തുടങ്ങുക, അത്രയൊക്കെ ഉള്ളൂ. ഡൽഹി പിടിച്ചാലും നടക്കൂ. വേണ്ടി വന്നാൽ അതും ചെയ്യും. എന്തെത്ര പെട്ടെന്ന് വന്നു? ഒന്നും പറയണ്ട തങ്കം, ആ നടരാജനെ വീണ്ടും പാർട്ടിയിൽ എടുക്കാൻ പോകുന്നു. ആര്? അയ്യോ, എന്തൊരു ആകാംക്ഷ നോക്ക്. നിനക്ക് എത്ര സന്തോഷം തോന്നുന്നു? സന്തോഷമൊന്നുമില്ല. അല്ല എടുക്കാൻ പോവാണോ? ഒന്നും ആയിട്ടില്ല, എൻ്റെ ചർച്ച നടക്കണേ ഉള്ളൂ. അയ്യോ, അപ്പൊ എടുക്കുമായിരിക്കോ? എടുക്കാനൊന്നും പോകുന്നില്ല. ഞങ്ങൾ ഈ പാർട്ടി ഒന്ന് പിളർത്തിയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. ആ പിളർത്തിയാലെങ്ങനെയാ? എന്ത്? ആകെ 4, 3, 7 പേരുണ്ട്. അതിന് പിളരെയും കൂടി ചെയ്താ പിന്നെ? അയ്യോ, ഞങ്ങൾക്കറിയാം പാർട്ടിയെ വളർത്താനും തളർത്താനും ഒക്കെ. ശൂന്യതയിൽ നിന്നുണ്ടായതാണ് DDT എന്ന് പറയുന്ന സാധനം. പക്ഷേ നടരാജന് ഞാൻ തമാശ പറയണേല്ല, നാട്ടുകാരുടെ എല്ലൊക്കെ ഭയങ്കര സ്നേഹം നടരാജനോട്. ഭയങ്കര സ്നേഹം തന്നെ. അതിനെ കുറിച്ചൊന്നും നീ പറയണ്ട. അത് സഹായം ഇടയിൽ കുറച്ച് സപ്പോർട്ട് കൂടിയിട്ടുണ്ട്. അത് നമുക്കറിയാം എന്താ ചെയ്യണമെന്നുള്ളത്. ദൈവം, ഇനിയിപ്പോ എന്താ ചെയ്യണേ? ചെയ്യണ കാര്യമൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക തന്നെ. എന്താ ചേച്ചി? എടി ദേ കനകം പറഞ്ഞ പോലെ നടരാജനെ പാർട്ടിയിലോട്ട് എടുക്കാൻ പോവാന്ന്. അയ്യോ, അപ്പൊ മീശ? അയ്യോ, മീശ അവിടെ തന്നെ കാണും. ഞാൻ പറഞ്ഞ പാർട്ടിയിൽ എടുക്കാൻ പോകണമെന്ന് നീ തീരുമാനിച്ച. ചർച്ച നടക്കുന്നുണ്ട്. ഞങ്ങളൊരു വിഭാഗം എതിർത്ത് നിൽപ്പുണ്ട്. അങ്ങനെ അവൻ ഉടനെ എടുക്കാനൊന്നും സമ്മതിക്കൂല. വേണ്ടി വന്നാൽ പാർട്ടി ഞങ്ങൾ രണ്ടായിട്ട് പിളർത്തും. പിളർത്തിയിട്ട് പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി അതിലും നടന്നില്ലെങ്കിൽ ഞാൻ അങ്ങ് ഡൽഹിക്ക് പോകും. ഇതാണ് എനിക്ക് ദേഷ്യം. ഇത്ര ചെറിയ കാര്യത്തിന് ഇങ്ങനെ നാട് വിടേണ്ട കാര്യമുണ്ടാ? ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഡൽഹിയിലോട്ട് ഒളിച്ചോടുന്നാ പറയണേ. എന്തിനാ വീരച്ചേട്ടാ ഇങ്ങനെ വെറുതെ ഒളിച്ചോടുന്നത്? എടി കഴുത, അതല്ല. ഡൽഹിയിൽ ഞങ്ങളെ കേന്ദ്ര നേതാക്കന്മാരെ കാണാൻ പോകുന്നു, ഒണിക്കാൻ പോണ്. പിന്നെ നീ എവനോട്ട് ഞങ്ങൾ അങ്ങ് ഒളിച്ച് കടുവിനകത്ത് കയറിയിരിക്കും പേടിച്ചു. എന്റെ പൊന്നു ക്ലീറ്റോ, എന്ത് വന്നാലും നടരാജനെ എടുക്കാൻ സമ്മതിക്കല്ലേ? സത്യത്തിൽ എനിക്ക് എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായി. അത് ഒരിക്കലും നടക്കൂല. ഓ, നീ കൂടുതൽ നടിക്കല്ലേ. നീ ആ പോലീസുകാരുടെ പെങ്ങളല്ലേ? മതി അഭിനയിച്ചു. പോലീസുകാരന്റെ പെങ്ങളായിട്ട് കാര്യമുണ്ടോ? മീശ എനിക്ക് വലുതല്ലേ? അയ്യോ, ഈ മീശ ഇവിടെ തന്നെ കാണും. കാണണം. ഇങ്ങനെ പോയാൽ മീശയുടെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല. ഓ അയ്യോ, അവളും അവൻ്റെ കൂടെ കൂടി ആ പെണ്ണും പാഴായി. അളിയൻ്റെ മീശ പോവുള്ളൂ. ചുമ്മാ ഇരടെ. ഞാനേ എന്ത് ചെയ്യാന്നാണ് ആലോചിക്കുന്നത്. ഇപ്പം 2 കട്ടം കുടിക്കാം നമുക്ക്. 2 കട്ടം കുടിക്കാം. 2 കട്ടാണ് തങ്ക, 2 കട്ട. ആ, അയ്യോ, എവൻ ഡൽഹിക്ക് പോയല്ലേ പട്ടി ചന്തയ്ക്ക് വേണം കാര്യം കേട്ട. എല്ലാ കാര്യം ഉണ്ടാടി പോയേട്ടാ അവിടെ. പിന്നല്ലാതെ നമുക്ക് ഞാൻ ആലോചിക്കണം, ഒരു സംഭവം, ഒരു സംഘടന പിരിയണമെങ്കിൽ അതിനൊരു സംഘടനയ്ക്ക് ഒരു ബലം വേണ്ട. ഇത്ര കുറേ ആൾക്കാരുണ്ടെങ്കിലാണ് അത് പിരിയാനും പിന്നെ കൂടിച്ചേരാനൊക്കെ ഒരു സമയം. ഇതാകെ ഒരു പടവലങ്ങര അത്രയുള്ളൊരു ഈ പാർട്ടി എന്തിന് പിരിയണ, എന്തിന് ജോയിൻ്റ് ആണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അല്ലേ ഇന്ന് രാവിലെ തൊട്ട് തന്നെ ആരോണ്ടൊക്കെയോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒക്കെ ഫോണിൽ സംസാരിക്കുന്ന കേട്ടായിരുന്നു. ഇതൊക്കെ നടന്ന സംസാരമായിരുന്നു. കഷ്ടത്തിന് ലോകത്തില്ലാത്തൊരു പേരാണ് എൻ്റെ പാർട്ടിക്കുള്ളത്. ആകെ ഒരു 6-7 പേര് അതിനകത്തുണ്ട്. 24 മണിക്കൂർ എന്ത് പറഞ്ഞാലും അപ്പുക്കുട്ടൻ സാർ. ഇടയ്ക്ക് മറ്റേ തരകൻ സാറിന്റെ പാർട്ടിയിലല്ലായിരുന്നു, പാർട്ടി മാറി. തരകനായാലും അപ്പുക്കുട്ടനായാലും എന്തൊക്കെ പറഞ്ഞാൽ ശരിയല്ലേ, ഉടായ്പ് കാണിച്ചാണെങ്കിലും അവൻ ജീവിച്ചു പോകുന്നുണ്ടെന്നുള്ളതാണ് അല്ലേ? ആലോചിക്കണേ, ഒരു അംഗബലം ഇല്ലാത്ത പാർട്ടിയിലാണ് എല്ലാം.
പക്ഷെ അതിൻ്റെ ഒരാളായിട്ട് പ്രമുഖരെന്ന് പറഞ്ഞ് സ്വയം ഇങ്ങനെ അങ്ങ് നടക്കണില്ലേ? അല്ല ഇനിയിപ്പോ പാർട്ടി മാറുമോ? എവിടെ നിന്ന് പറയാ? മാറൊന്നുമില്ല. ഇത് സംഭവിച്ചാൽ നടരായ്മയ്ക്ക് പറഞ്ഞ് തിരിച്ച് പാർട്ടിയിലേക്ക് വരും. യവനെ ഒന്നും ചെയ്യാനും പറ്റുകയില്ല. നടനെ പിന്നെ പഴയ കണക്കന്നെ എന്നെ പ്രധാനമന്ത്രിയാക്കുമെന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടക്കും. ഞാനൊന്നും ഉണ്ടെന്നില്ല. പക്ഷെ ഇവിടെ നിന്ന് എടുപ്പിക്കും ഞാൻ കുറെ ആളെ അടി കൂടിയിട്ട്. യവൻ അതൊന്നും എനിക്ക് കാണണം. ഇങ്ങനെ ഒരു സൈഡ് മീശയില്ല. അപ്പോൾ ആലോചിക്കണമെങ്കിൽ മീശ പോവാതിരിക്കാൻ ക്ലീറ്റോ ചേട്ടനും നോക്കും. നോക്കണ്ടേ? മീശ എടുപ്പിക്കാൻ ഞാനും നോക്കും. ആ നോക്കി നോക്കി അവസാനം കയ്യാങ്കളി ആവുകയും ചെയ്യും. ഇതന്നെ ഇവിടെ നടക്കുന്നത്. കയ്യാങ്കളിയില്ല, അതിന് മുമ്പ് നമ്മൾ നിർത്തും. പിന്നെ ഓരോരുത്തരും ഓരോ തരത്തിൽ ജീവിച്ചങ്ങ് പോവും. വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോണതന്നെ ഏറ്റവും നല്ലത്. അതെ, ആർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ പോയാ മതി. അതെ. ആ പക്ഷെ എനിക്ക് അടുത്തും കൂടെ പറയണത്. നല്ലൊരു ഗുസ്തി കൂടിയിട്ട് കുറച്ച് നാളായി. ആ അതന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടില്ല. അപ്പത്തേക്ക് ഗുസ്തിയുടെ കാര്യം പറഞ്ഞത്. ലോജിസ്റ്റിക്സ് മേഖലയിൽ മികച്ച ജോലി ആഗ്രഹിക്കുന്നുവെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അക്രഡിറ്റേഷൻ നാബറ്റ്, US അക്രഡിറ്റേഷൻ IACET ഉള്ള IBIS അക്കാഡമിയിൽ ചേരൂ. ഇത് പോയില്ലേ? എങ്ങനെ പോവും? എന്ത് പറ്റി? നീ ഒറ്റ ഒരുത്തിയാണ് എല്ലാത്തിനും കാരണം. ഓ അത് കഴിഞ്ഞില്ലേ എന്റെ പൊന്നു ക്ലീറ്റോ. സത്യമായിട്ട് ഞാൻ അമ്പലപ്പുഴ പാൽപ്പായസാണ് തന്നത്. തന്നല്ലോ ഓ തന്നല്ലോ. ഓ എങ്കിൽ പിന്നെ എന്റെ വൈരാഗ്യം എവിടെ? അത് പോയില്ലേ? എന്തീ പറയണത് ക്ലീറ്റോ നിങ്ങള്? തങ്കം, ഈ ചുമ്മാ എൻ്റെ അടുത്ത് നമ്പർ കാണിക്കല്ലേ കേട്ടാ. നിങ്ങൾ എല്ലാവരും കൂടെ എനിക്ക് തന്നത് മറ്റേ കൂടോത്രം ചെയ്ത പായസം തന്നെയാണ്. അത് ഉള്ളിൽ പോയോണ്ടാണ് എനിക്ക് വൈരാഗ്യം പോയി. എടി ഇത് കേട്ടേടി വെച്ചാൽ ഞാൻ കൂടോത്രം ചെയ്ത മറ്റേ ഇവൻ കൊണ്ടുവന്ന നടരാജൻ കൊണ്ടുവന്ന പായസം കൊടുത്തേന്ന്. എല്ലാരും കൂടെ നീ കൊണ്ട് തന്നത്. എല്ലാരും കൂടെ കുടിച്ചത് അത് സുരേഷ് ചേട്ടൻ അമ്പലപ്പുഴ കൊണ്ടുവന്നത്. മോളെ ചുമ്മാ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്നിട്ട് എന്നെ പൊട്ടനാക്കല്ലേ ചേട്ടാ. ഞാൻ ചോദിച്ചോട്ടെ, ഗുരുവായൂരും അമ്പലപ്പുഴ പായസവും രണ്ടും ഒരേ സമയം ഇവിടെ എങ്ങനെ എത്തി? ചുമ്മാ അതുകൊണ്ട് നിങ്ങൾ തന്നത് കൂടാത്തനം ചെയ്ത ആ പായസം തന്നെ എന്നെ കുടിപ്പിച്ചത്. അത് കുടിച്ചതോടെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ നടരാജൻ കൊണ്ടുവന്നാണെങ്കിൽ കൂടോത്രം ചെയ്താന്ന് ക്ലീറ്റോനോട് ആരാ പറഞ്ഞേ? എനിക്ക് എന്റെ വൈരാഗ്യം എവിടെ? ഇപ്പൊ എന്താ പ്രശ്നം? എന്താ എന്റെ പൊന്നു മോനെ, മറ്റേ ഇന്നലെ രാത്രി വരെ നടരാജനെ കൊല്ലണം, കുത്തണം, അവനെ പാർട്ടിയിൽ തിരിച്ചെടുക്കൂലെന്ന് പറഞ്ഞാണല്ലോ കിടന്നുറങ്ങിയത്. നേരം വെളുത്തപ്പോ വൈരാഗ്യം വരുന്നില്ല. ആ കൂടോത്രം പ്രവർത്തിച്ചോടെ എന്റെ വൈരാഗ്യം പോയി. എന്റെ ക്ലീറ്റോ ചേട്ടൻ ആരെ ഈ കാലത്ത് കൂടോത്രമൊക്കെ ചെയ്യണം? നിങ്ങൾക്കല്ല, എനിക്കറിയാം. ഇത് നിങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ട് എന്നെ തോപ്പിച്ച് എന്റെ തോൽവി കണ്ടിട്ട് എന്റെ പതനം കണ്ടിട്ട് എന്റെ പകുതി മീശയില്ലാതെ കാണണം. അതിൽ മാറ്റം. അതിന് വേണ്ടി അത് വേണം. നീ പിന്മാറിയാൽ എനിക്ക് ആ സാധനം വേണം. ഇന്നലെ രാത്രി കിടക്കണ സമയത്തും ഞാൻ അപ്പുക്കുട്ടൻ സാറുമായിട്ട് സംസാരിച്ച് അപ്പുക്കുട്ടൻ സാർ നടരാജനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ കിടന്ന് വൈരാഗ്യം തിളക്കായിരുന്നു. നേരം വെളുത്ത് എണീറ്റ് അപ്പുക്കുട്ടൻ സാറ് വിളിച്ചപ്പോ എന്റെ വൈരാഗ്യം പോയി. നീ അകത്തേക്ക് നോക്ക്, എവിടെയെങ്കിലും കാണുമെങ്കിൽ നോക്ക്. തമാശ കളിക്കരുത്. ഒരു പൊതുപ്രവർത്തകന്റെ വിഷമം നിനക്ക് അറിഞ്ഞൂടാ. നീ വിഷമിക്കാൻ കിടക്കുന്നില്ല. നീ നോക്കിയോ, എനിക്ക് ആ മീശ വേണം. നീയാണിപ്പോ അതിന് കാരണക്കാരൻ. ഈ പായസം ഇവിടെ കൊണ്ട് സുരേഷ് എന്ന് പറഞ്ഞ പേരിൽ നീ കൊണ്ടുവന്ന നിനക്ക് ഇത് കാണണം, അതല്ലേ? നീ കൂട്ടുന്നല്ലടി. എല്ലാരും കൂടെ ചേർന്ന് എന്റെ പതനം കാണാൻ വേണ്ടിട്ട്. നീ എന്തോ വൈരാഗ്യം പോയി, എന്റെ എല്ലാം പോയി. ഞാൻ ഇനി എങ്ങനെ പൊതുപ്രവർത്തനം ചെയ്യും? എന്താടി പറയുന്നത്? വൈരാഗ്യം പോയിന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് നടക്കുന്നത്. കൂടോത്രം വേണ്ടാം കേട്ടാ. അവന് മീശ എടുക്കേണ്ടി വരും. അതിന്റെ ദണ്ണമാണ്, അതിന്റെ നമ്പർ മീശെടുക്കാൻ എന്താ അതിനകത്തുള്ളത്? ഞാൻ മേടിച്ചെടുക്കും. മീശ പോയാൽ അത്രയും വൃത്തിയോട് മാർക്കും. അത് തന്നെ. വാ, ഇനി വായിട്ട് നോക്കി ഇരിക്കാതെ വാ ഏട്ടാ. കിണിക്കുന്നു. വാ. ലോകത്ത് ആദ്യമായിട്ട് ഒരുത്തിന്റെ വൈരാഗ്യം കളഞ്ഞു എന്ന് പറഞ്ഞത്. ഉറപ്പായേട്ടാ? പിന്നെ ഈ വിട്ടുപോയ അണികളെയും അല്ലാത്ത കുറച്ച് അണികളെയൊക്കെ ചേർത്തിട്ട് ഒരു ലയനത്തിലുള്ള സാധ്യതയുണ്ട്. വീട്ടുവച്ചോടെ സമ്മതിച്ചാ? സമ്മതിച്ചാന്ന് ചോദിച്ചാൽ അവൻ്റെ അമ്മ ആർക്ക് വേണം, അവൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം അവൻ അത് ചേരാൻ കാരണം അത് അറിഞ്ഞുകൊണ്ടല്ലോ അവൻ ഇന്നലെ പായസത്തിനൊക്കെ അവിടെ കുറഞ്ഞത്, ഓർമ്മയില്ലേ? ഇതിപ്പോൾ
നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ സംഭവം വെച്ചാൽ ഇവൻ്റെ കൈ നിൽക്കില്ല. അവനെന്തായാലും തീരുമാനം എടുത്തു കഴിഞ്ഞു. പിന്നെ അവൻ സമ്മതിക്കാൻ വേറൊരു കാര്യമുണ്ട്. ഇപ്പം നടരായ വേറെ തന്നെ കൊണ്ടുവന്നില്ല ചെറുക്കനായിട്ട്. അവൻ ഈ ആയുർവേദത്തിൻ്റെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അതാണ് ഇപ്പോൾ അളിയൻ്റെ ലക്ഷ്യം. ഇതിനകത്തൂടെ അതിനകത്തൂടെ കയറിപ്പോൾ ഉള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഉണ്ടായിരിക്കും. ദൈവം ഇനി എന്തൊക്കെ കാണേണ്ടി വരും. കനക എടാ തീരുമാനമായി. എടാ നടരാജനെ പാർട്ടിയിലോട്ട് തിരിച്ചെടുക്കാൻ പോണു. ആണോ? ഓ അല്ല, അവർ എന്തോ ഡൽഹിക്ക് പോകണമെന്നോ പിന്നെ എന്തോ പിളരാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. ലേന സമ്മേളനത്തിന് അവരൊക്കെ ഏട്ടൻ നേരത്തെ ഇറങ്ങി ചേച്ചി. എന്നിട്ട് വെറുതെ നമ്പർ ഇട്ടുകൊണ്ടിരിക്കുക. എന്താണ് എനിക്ക് ആ മീശ വേണം. ഞാൻ ആ മീശ അങ്ങ് എടുക്കും. എന്ത് അഹങ്കരിക്കരുത്, അഹങ്കരിക്കരുത്. സെറ്റ് ചെയ്ത് വെച്ചിരിക്കേ. ഓ അവരൊക്കെ ഇങ്ങോട്ട് ശരി, നോക്കട്ടെ. ആഹാ ഒത്ത്. ഇവിടെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ച ഫോർമുല ഞാൻ അങ്ങോട്ട് അംഗീകരിച്ചു. മാത്രമല്ല, ലയന സമ്മേളനത്തിന് മുന്നോടിയായി എൻ്റെ സഹായത്തോട് വെച്ച ഈ നേന്ത്രക്കോല സ്വീകരിക്കണമെന്ന് മുത്തുലക്ഷ്മിക്ക് ഒരേ നിർബന്ധം. അങ്ങനെ പിന്നെ അതും കൊണ്ടുവന്നു. ഇത് പുരുഷൻ പൂരം അയാളുടെ പാർട്ടിയിലെ പുതിയ അംഗമായിട്ട് ചേരുകയാണ്. നടരാജൻ്റെ റെക്കമെൻഡേഷനാണ്. പിന്നെ ഈ ചർച്ചയിലെല്ലാം മീഡിയേറ്റർ ഞാനായിരുന്നു. അല്ല നടരാജ ചേട്ടാ, ഈ പായസത്തിൽ വല്ലതും ചേർത്തായിരുന്ന? പിന്നെ സംസാരിച്ചിരിക്കാതെ ഒരുപാട് തിരക്ക് ഇപ്പോൾ ജോയിൻ ചെയ്തുകൊണ്ട് ഒരുപാട് ചുമതലകൾ കൊടുക്കാനുണ്ട്. നിങ്ങൾ പാർട്ടി ഓഫീസിലോട്ട് ചെല്ല് കേട്ടാ. ബാക്കി ഞാൻ അങ്ങോട്ട് വരാൻ സാറേ കൂട്ടി ചെല്ല്. പുതിയ പരിപാടികളൊക്കെ പറഞ്ഞു കൊടുക്കും. പുരുഷ സന്തോഷായില്ലേ? നടരാജ നല്ല പയ്യനാണ്. സത്യത്തിൽ ഈ പുരുഷന് മരുന്നിൻ്റെ കച്ചവടമുണ്ട്, ആയുർവേദം. നമുക്കത് ഭയങ്കര സപ്പോർട്ടാണ്. അവന് ഭയങ്കര ബിസിനസ്സാണ്. ഒരുപാട് ഏജൻസികളുമായിട്ട് കണക്ഷനുണ്ട്. ഞാൻ അത്രേ കണ്ടുള്ളൂ. അല്ലാതെ എന്ത് പാർട്ടിയുടെ നിലപാട് അതൊരു സൈഡിൽ. പക്ഷേ എൻ്റെ ഉള്ളിൽ മുഴുവൻ ബിസിനസ്. നമ്മൾ ഇതിപ്പോൾ ഒരു സ്നേഹം, സന്തോഷം. ഇത് നമുക്ക് അർഹതപ്പെട്ടതാണല്ലോ. ഇതിനിട്ട വളവും വെള്ളവും ഈ ചാണകവും ഇതെല്ലാം എൻ്റെ ഇതിൽ കൊടുത്തതാണ് അവരത്. അപ്പോൾ നമുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബിസിനസ് ഡെവലപ്പ് ചെയ്യണം. അതിന് ഈ രണ്ട് കിഴങ്ങന്മാരെ ഞാൻ ഉപയോഗിക്കും. ഇനി എൻ്റെ മരുന്നിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് പോകണതിനൊക്കെ ഇവന്മാരെ ഉപയോഗിച്ച് ഇവന്മാരെ കൊണ്ട് കച്ചവടം ചെയ്യിപ്പിക്കുക. അതല്ലേ. അല്ലാതെ നിങ്ങൾ എന്താ കരുതിയ പാർട്ടി അവരിങ്ങനെ കൂടി ഇരുന്നിട്ട് പല തീരുമാനങ്ങളൊക്കെ പറയും. മറ്റേ വൈരാഗ്യബുദ്ധി തിരിച്ചു കിട്ടിയായിരുന്നു. വൈരാഗ്യബുദ്ധി നമ്മളെന്ത് വൈരാഗ്യം നഷ്ടപ്പെട്ടു പോയില്ലേ? അല്ലല്ലോ പോലെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ ബിസിനസ് മാത്രമേ എൻ്റെ മുന്നിലുള്ള കളിയാ. സത്യം. ഞാൻ അതുകൊണ്ടല്ലേ അങ്ങനെ തീരുമാനത്തിലെത്തിയ. എന്താ കളിയാ? നീ വലിയ പൊങ്ങച്ചടിച്ചോണ്ടല്ലേ. സത്യം പറയണം, എന്താ സംഭവം? എന്റെ വൈരാഗ്യം ഇവിടെ പോയി. അതോ നീ ആയുർവേദം കണ്ടിട്ടാണോ? അല്ലല്ലോ, സത്യം പറഞ്ഞോളാം. ആയുർവേദക്കാരാണോ? അല്ലാതെ വൈരാഗ്യം പോയതാണോ? സംഭവം പാർട്ടിയുടെ മീറ്റിങ്ങും ചർച്ചയെല്ലാം കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷം നടരാജൻ്റെ കൂടെ. ചുരുക്കി പറഞ്ഞാല് 4, 3, 7 പേരുള്ള ഇവന്റെ പാർട്ടിയിൽ ഇവനേക്കാൾ സ്വാധീനമുള്ളത് നടരാജൻ. ആണോ ക്ലീറ്റോ? അവിടെ പോലും ക്ലീറ്റോന് വോട്ട് കിട്ടിയില്ലേ? എന്റെ മീശ എന്തിനാ എടുക്കണത്?